ശ്രീലക്ഷ്മിയാണേ. BJPയോട് ഒട്ടിച്ചേർന്നങ്ങ് നിന്നോ, നിനക്ക് അവന്മാര് നോട്ടുകെട്ടുകൾ കണ്ടങ്ങ് ചൊരിഞ്ഞു തരും. ഇന്നലെ എന്റെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു ഫേക്ക് ഐഡിയിലുള്ള കുറെ കമന്റ്സിൽ ആദ്യത്തേതാണിത്. ഈ ഒരു കമന്റിന് വളരെ സ്പഷ്ടവും വ്യക്തവുമായ മറുപടി ഞാൻ ഇട്ടപ്പോൾ തന്നെ എല്ലാ കമന്റ്സും ഡിലീറ്റ് ചെയ്ത് എന്റെ ഐഡിയും ബ്ലോക്ക് ചെയ്ത് അതങ്ങ് അപ്രത്യക്ഷമായി പോയി. പക്ഷെ എന്റെ നിലപാട് വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് എനിക്ക് ഇന്നലെ മനസ്സിലായി. ഞാൻ ഈ സംസാരിക്കുന്നത് BJPയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസ് പാർട്ടിയിലെയും എന്റെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്ന, എന്റെ വാക്കുകളെ തെറ്റിദ്ധരിക്കാത്ത, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോടാണ്. BJP അനുഭാവിയായതുകൊണ്ടും മറ്റു പാർട്ടികളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും വരുന്ന ഒരാളെന്ന തെറ്റിദ്ധാരണ കൊണ്ടും തികച്ചും വ്യക്തിവൈരാഗ്യം കൊണ്ടും കുറെ ഹേറ്റേഴ്സ് എനിക്കുണ്ട്. അവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അവർ പഠിച്ച ഭാഷയിൽ എന്നെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് ഇനി നമ്മൾ ചിന്തിച്ചിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല. അത് അവരുടെ സംസ്കാരം മാത്രമാണ് എന്ന് കരുതാനേ കഴിയും. കാര്യത്തിലേക്ക് വരാം. ശ്രീലക്ഷ്മി എന്ന ഞാൻ 8 വർഷമായി ജീവിക്കുന്നത് പാചകം എന്ന തൊഴിൽ ചെയ്തുകൊണ്ടാണ്. കൂടാതെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ മോട്ടിവേഷണൽ സെഷൻസ് എടുക്കാൻ പോകുന്നുണ്ട്. ചില്ലറ എഴുത്തൊക്കെ ഉണ്ട്. പിന്നെ വ്ളോഗിംഗ് ഉണ്ട്. ഫേസ്ബുക്കിൽ ആക്റ്റീവാണ്. ഇതൊക്കെയാണ് എന്റെ വരുമാന മാർഗങ്ങൾ. എന്റെ കഴിവുകൊണ്ട് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്റെ ഉപജീവന മാർഗങ്ങളാണ് ഇവയെല്ലാം. അതല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്റെയും ഓഫീസിന്റെയോ വീടിന്റെയോ മുന്നിൽ ചെന്ന് നിന്ന് തല ചൊറിഞ്ഞ് ചിരിച്ചു കാണിച്ച് ഉണ്ടാക്കിയ പൈസയിലല്ല ഞാൻ ജീവിക്കുന്നത്. ഓക്കെ? ഇനി എന്നെ വിമർശിക്കാനൊക്കെ വരുമ്പോ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാരിന് എന്തെങ്കിലും വ്യക്തിഗതമായി അല്ലെങ്കിൽ വ്യക്തിപരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമോ? ഞാൻ പറയുന്നത് പിൻവാതിൽ നിയമനങ്ങളെ കുറിച്ചല്ല, മറിച്ച് നേരായ മാർഗത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത്, ഞാൻ തൃപ്പൂണിത്തുറയാണ് താമസിക്കുന്നത്. എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല അല്ലെങ്കിൽ കറണ്ട് കണക്ഷൻ ഇല്ലെങ്കിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ചെന്ന് ഞാൻ ഒരു കറണ്ട് കണക്ഷൻ അല്ലെങ്കിൽ KCB ചെന്ന് ഞാൻ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ചെന്ന് ഒരു ആപ്ലിക്കേഷൻ വെക്കുകയാണ്, കറണ്ട് കണക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട്. നാളെ രാവിലെ KCB മിനിസ്റ്റർ എന്റെ വീട്ടിൽ വന്നിട്ട് പറയോ ശ്രീലക്ഷ്മിക്ക് ഒരു കറണ്ട് കണക്ഷൻ തരാട്ടെ എന്ന്? അല്ലെങ്കിൽ എന്നെ പോലെ മറ്റേതെങ്കിലും ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ വീട്ടിൽ പോയി KCB മിനിസ്റ്റർ പറയോ കറണ്ട് കണക്ഷൻ തരാന്ന്? അങ്ങനെയല്ലല്ലോ. കറണ്ട് കണക്ഷൻ ഇല്ലാത്ത വീടുകളിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസ് സ്വീകരിച്ച് അതൊരു വിഭാഗമായി കരുതി ആ വിഭാഗത്തിനാണ് ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അങ്ങനെ മാത്രമേ വികസനം എന്ന് പറയുന്ന കാര്യം നടത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു വ്യക്തിക്കായിട്ട് ഒരു പദ്ധതിയും ഈ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ നടത്താൻ കഴിയില്ല. അങ്ങനൊരു സിസ്റ്റം ഇവിടെ ഇല്ല. അപ്പൊ നമ്മളൊരാളെ വിമർശിക്കാനൊക്കെ ഇറങ്ങുമ്പോഴേ ഈ സർക്കാർ പദ്ധതികളൊക്കെ എങ്ങനെയാണ് നടപ്പിലാകുന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവണ്ടേ? ഇനി BJPയിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. 2 കൊല്ലം മുന്നേ, അതായത് 2 കൊല്ലമാവും കലവറ സ്റ്റാർട്ട് ചെയ്തിട്ട്. ആ സമയത്ത് നമ്മുടെ കലവറയുടെ ഒരു കസ്റ്റമർ ചേച്ചി, ആ ചേച്ചിയുടെ വീട്ടില് ഒരു ജനപ്രതിനിധി വന്നു. അപ്പൊ അന്നേരം മാർച്ച് 8 അടുത്ത് വരികയാണ്. ആ സമയത്ത് സ്ത്രീ സംരംഭകരെ അനുമോദിക്കുന്ന ഒരു ഫംഗ്ഷൻ ആ പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ പാർട്ടിയുടെ ആ ഒരു ആ ഒരു ഫംഗ്ഷനെ കുറിച്ച് ഈ ജനപ്രതിനിധി ഞങ്ങളുടെ കസ്റ്റമർ ആയിട്ടുള്ള ചേച്ചിയുടെ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ ആ ചേച്ചിയും ചേട്ടനും കൂടി എന്റെ പ്രൊഫൈല് ആ ജനപ്രതിനിധിയോട് പറഞ്ഞു. അങ്ങനെ എന്നെയും ആ ഒരു വുമൻസ് ഡേയില് ആ പ്രോഗ്രാമില് ആദരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. 8-ാം തീയതിയുള്ള മാർച്ച് 8-നുള്ള ആ ഒരു പ്രോഗ്രാമിലേക്ക് 7-ാം തീയതി വരെയും എനിക്ക് വിളി വരാതിരുന്നപ്പോ ഈ ചേച്ചി ആ ജനപ്രതിനിധിയെ വിളിച്ച് ചോദിച്ചു, സർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇതുവരെ ആ കുട്ടിക്ക് വിളി വന്നില്ല, വിട്ടുപോയതാണോ എന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞ മറുപടി, അത് നടത്താൻ പറ്റില്ല, കുട്ടിയെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ അവരൊരു BJP അനുഭാവിയാണ്, അതുകൊണ്ട് അവരെ നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അവര് BJP ആണെന്ന് തുറന്നു പറയാതെ ഇരുന്നിരുന്നെങ്കിൽ പോലും നമുക്ക് ഉൾപ്പെടുത്താമായിരുന്നു, ഇത് പക്ഷേ കഴിയില്ല, പാർട്ടി അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എന്റെ ആ ഒരു അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇതല്ലാതെ എനിക്ക് BJPയിൽ നിന്ന് ഇന്ന് വരെ ഒരു വ്യക്തിപരമായിട്ടുള്ള യാതൊരു ഫേവറും എനിക്ക് BJP പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഞാനൊട്ട് ചോദിച്ചിട്ടുമില്ല. ഇനി അങ്ങനെ ഒരു വ്യക്തിപരമായ അനുഭവം തന്നാൽ വാങ്ങാൻ ഞാൻ തയ്യാറുമല്ല. അത് ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും അങ്ങനെ വാങ്ങാൻ ഞാൻ തയ്യാറല്ല. കാരണം അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിക്കേണ്ടത് പണിയെടുത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരാളിനാണ്. എനിക്ക് പണിയെടുത്ത് ജീവിക്കാനുള്ള ആരോഗ്യം ഭഗവാൻ തെരഞ്ഞെടുത്തോളം കാലം എനിക്ക് ആരുടെയും ആനുകൂല്യങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ എന്റെ രാജ്യത്തിന്റെ വികസനത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് എന്റെ ധാർമ്മികതയാണ്. അതുകൊണ്ട് ഞാൻ BJP എന്ന പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. അല്ലാതെ BJPയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റും എനിക്ക് ഉണ്ടായിട്ടുമില്ല, ഇനിയൊട്ടുണ്ടാകാനും പോകുന്നില്ല.
ഇത് നിങ്ങൾക്ക് ആരോട് ചോദിച്ചാലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ പ്രസംഗം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലായതുകൊണ്ട് തന്നെ അതൊരു തൊഴിലായി സങ്കല്പിച്ചുകൊണ്ട് മിക്കവാറും ഉള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രസംഗം എഴുതി കൊടുത്ത് ഇലക്ഷൻ സമയത്ത് ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട്. അത് എന്റെ തൊഴിലാണ് ആ എഴുത്ത്. അത് 3 പാർട്ടികൾക്കും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. 3 പേരും എനിക്ക് കാശും തന്നിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ. അത് എന്റെ തൊഴിലാണ്, അല്ലെങ്കിൽ അതെന്റെ കഴിവാണ് എഴുതുക എന്നുള്ളത്. അതൊരു പാർട്ടിയുടെ ഫേവർ അല്ല. പിന്നെ ഞാൻ ആ പ്രസംഗങ്ങളൊക്കെ എഴുതി കൊടുക്കുമ്പോൾ അവരോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏത് പാർട്ടിയാണോ നിങ്ങളുടെ ചരിത്രവും ഉത്ഭവവും പഠിച്ച് നിങ്ങളുടെ പോസിറ്റീവ്സ് പഠിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. പക്ഷേ മറ്റൊരു പാർട്ടിയെയും കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള നെഗറ്റീവ്സും എന്റെ പോസ്റ്റിൽ അല്ലെങ്കിൽ എന്റെ പ്രസംഗത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ ആ ഒരു ജോലി ഏറ്റെടുക്കുന്നത്. ഇന്ന് വരെയും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്റെ വാളിൽ കയറി നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും കളിയാക്കിയോ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. ഇത് തുറന്നു പറയേണ്ടത് എന്റെ ആവശ്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, എന്റെ വിയർപ്പിന്റെ ഫലമായി ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്ത്യൻ നിയമത്തിനകത്ത് നിൽക്കുന്ന ജോലികൾ ചെയ്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു നിൽക്കുന്ന അഭിമാനിയായ ഒരു സ്ത്രീയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സമ്പത്ത് കൊണ്ട് ജീവിക്കുന്നവളല്ല. അതുകൊണ്ട് തന്നെ എന്നെ അനാവശ്യമായ കാര്യങ്ങളിൽ പറയേണ്ട കാര്യവുമില്ല. ഓക്കെ, ബൈ.